IMൽ നിന്ന് പ്രമുഖ നേതാക്കന്മാർ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുമ്പോഴും 2 ആഴ്ച കഴിയുമ്പോൾ മാറ്റി പറയും. എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുള്ള അതീവ പരിണിതപ്രജ്ഞത രാഷ്ട്രീയത്തിലുള്ള ആളുകളുള്ള ഒരു നാടാണ് ഈ കണ്ണൂർ. വന്ന് ഷാൾ ഇട്ട് കഴിഞ്ഞിട്ടേ ഇനി നമുക്ക് മാധ്യമപ്രവർത്തകർ കാണും. അതായത് അകത്ത് കയറി ഷാളിട്ട് തിരിച്ചിറങ്ങുമ്പോൾ മാത്രമേ ആ വസ്തുത സ്ഥിരീകരിക്കാൻ പറ്റൂ, സംഭവിക്കും. അല്ലല്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ അത് പറയാം, അതാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാം. അതിനെ ഞാനൊരു തമാശയായിട്ട് കരുതിയാണ്. പറയേണ്ട സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ അന്നേ ഞാൻ പറഞ്ഞല്ലോ. കാരണം ആ ഫോൺ കോൾ അല്ലേ. ഞാനും ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ. പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും 2004 ഉപതെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകനെതിരെ മത്സരിച്ചപ്പോൾ മുതലുള്ള പല രഹസ്യങ്ങളും നമുക്കും പറയാനുണ്ട്. അപ്പം നല്ലൊരു പേരിട്ടുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു പുസ്തകം ഇറക്കാം. അല്ല, കുറേയേറെ അറിയാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത് ദിവ്യയെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും. PP ദിവ്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ സമയത്ത് ചർച്ച ചെയ്ത വ്യക്തിയല്ലേ. അതായത് ഒരു മനുഷ്യനെ നാവുകൊണ്ട് അറുത്തറുത്ത് കൊലപ്പെടുത്തിയ, അതിനുശേഷം എത്രയോ ചർച്ചകൾ നടന്ന അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഞാനിപ്പോൾ ജില്ലാധ്യക്ഷനോട് ഇരിക്കുന്നുണ്ട്, അത് കൂടുതൽ ആധികാരികമായിട്ട് അദ്ദേഹത്തിനെ പറയാൻ സാധിക്കൂ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പരിധി വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയിച്ച് ജനങ്ങളുടെ മുന്നിൽ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ച് എത്രയോ ആളുകൾ വരാനുണ്ട്.